ജനതാ പാർട്ടിയുടെ ഒരു പത്രസമ്മേളനമാണ്. സംസ്ഥാന പ്രസിഡന്റാണ് ഞാൻ, ചാലമോഹൻ. സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി, സംസ്ഥാന ഖജാൻജി, സംസ്ഥാന വൈസ് പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റ് പള്ളിച്ചൽ സുരേന്ദ്രൻ. ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ മോനിച്ചൻ, അദ്ദേഹം മാവേലിക്കര ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിച്ചപ്പോൾ ആ കൂട്ടത്തിൽ മത്സരിച്ചതാണ്. അപ്പോൾ പാർട്ടിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ച് സംഘടനാ ജനറൽ സെക്രട്ടറി സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട മാധ്യമ സഹോദരന്മാരെ, ഞങ്ങളുടെ ഈ ഭാരതീയ ദ്രാവിഡ ജനതാ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഒരു രാഷ്ട്രീയ പാർട്ടി അനിവാര്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങൾ കടന്നുപോകുന്നത്. നമുക്കറിയാം, കേരളത്തിൽ 57 മുതൽ ഈ 2024 വരെയുള്ള കാലഘട്ടത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും അവർ നേതൃത്വം കൊടുക്കുന്ന മുന്നണികളും കേരളം മാറി മാറി ഭരിക്കുകയും ചെയ്തിട്ടും നമ്മുടെ നാട്ടിലെ ഏറ്റവും ദുർബലരായ, സാമ്പത്തികമായും സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും മറ്റെല്ലാ മേഖലകളിലും ഏറെ പിന്നിൽ നിൽക്കുന്ന ഈ ജനവിഭാഗത്തിൻ്റെ പേര് പറഞ്ഞാണ് അവരുടെ കൂടി വോട്ടും അവരുടെ കൂടി മനസാക്ഷിയുടെ അംഗീകാരമൊക്കെ വാങ്ങിച്ചിട്ടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ അധികാരത്തിലെത്തുകയും അധികാരത്തിലെത്തിയതിനു ശേഷം ഈ വിഭാഗത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന, അവരോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾക്ക് യാതൊരുവിധ പരിഹാരവും കണ്ടെത്തുവാൻ ശ്രമിക്കാത്ത, എന്നാൽ അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിലുണ്ട് എന്ന് പറയുക മാത്രം ചെയ്യുകയും പിന്നീട് അധികാരത്തിൽ കിട്ടിയതിന് ശേഷം ആ വിഭാഗത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കാണ് കേരളത്തിൽ കണ്ടുവരുന്നത്. ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്. നിങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ ഇൻവെസ്റ്റിഗേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പഠിക്കുന്നവരാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഞങ്ങൾ വളരെ ഗതികെട്ടിട്ടാണ്, ഞങ്ങൾ വളരെയധികം വേദനയോടുകൂടി, ഞങ്ങൾ ഒരുപാട് ദുഃഖിതരായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. നമുക്കറിയാം, ഞങ്ങളുടെ കുട്ടികൾ, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന കുട്ടികൾ, ഗവേഷക വിദ്യാർത്ഥികൾ ഈ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിലുണ്ടായി. ഏതാണ്ട് 350ഓളം വരുന്ന കുട്ടികൾ, ഗവേഷക വിദ്യാർത്ഥികൾക്ക് അവരുടെ ഫെലോഷിപ്പും സ്റ്റൈവൻറ്റും അടക്കമുള്ള മുൻകാലങ്ങളിൽ നിന്നും വർദ്ധിപ്പിച്ചിട്ടും ഇപ്പോൾ അത് കൊടുക്കുന്നില്ല. ഒട്ടേറെ കുട്ടികൾ പഠനം ഉപേക്ഷിച്ച് മറ്റ് തൊഴിലുകളിലേക്ക്, ചിലർ കെട്ടിടം പണി ഉൾപ്പെടെയുള്ള തൊഴിലുകളിലേക്ക് വരെ പോകുന്നതായിട്ട് നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുവാൻ കഴിയും. അതുപോലെ കേരളത്തിൽ 28,000-ൽ പരം കോളനികൾ, ആ കോളനികളിലൊക്കെ ഇന്നലെ തിരുവനന്തപുരത്ത് ഇവിടെ ആറ്റിങ്ങൽ ഏഷ്യാറ്റിൽ എക്സ്ക്ലൂസീവ് വാർത്ത നമ്മൾ കണ്ടു. വളരെ പരിതാപകരമായ ദുരിതത്തിൽ ഇടിഞ്ഞു വീഴാറായ വീടിനുള്ളിൽ, വീടെന്ന് പോലും പറയാൻ കഴിയാത്ത രീതിയിൽ പ്ലാസ്റ്റിക് പടുത കൊണ്ട് മുകളും സൈഡും ഒക്കെ മറച്ച് താമസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ട്. അപ്പോൾ അവർക്ക് ഭൂമിയും വാസയോഗ്യമായ വീടും അവരുടെ വിദ്യാഭ്യാസം, തൊഴിലടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു ഗവൺമെൻറ്റും യാതൊരു ശ്രദ്ധയും ചെലുത്തുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ നിയമസഭ കൂടിയപ്പോൾ നമുക്കറിയാം, ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവിടെ 16 MLA-മാർ, അതിൽ 15 MLA-യും ഒരാൾ മന്ത്രിയും കൂടിയാണ് OR കേളു. അവിടെ PC വിഷ്ണുദാസാണ് എഴുന്നേറ്റ് നിന്നു ഈ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ നമ്മൾ കണ്ടത്. എന്നാൽ ഈ 16 പേരും കേരളത്തിൻ്റെ നിയമസഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട്
അവരുടെ ചുമതല സംവരണ സീറ്റിൽ നിന്ന് മത്സരിച്ചവരുടെ കടമ തന്നെ ആ പട്ടികജാതി വിഭാഗത്തിന് മാത്രമാണ് ഇന്ത്യയിൽ ഗ്രാമപഞ്ചായത്ത് മുതൽ പാർലമെൻറ്റ് വരെ മത്സരിക്കുവാനുള്ള സംവരണം ഉള്ളതെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ അവരുടെ കടമ തന്നെ സാമൂഹികപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായി മറ്റെല്ലാ മേഖലകളിൽ നിന്നും പിന്നോട്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു ജനതയെ മുന്നിലേക്ക് കൊണ്ടുവരിക, അവർക്ക് സാമൂഹ്യ നീതി, തുല്യ സമത്വം, അവസര സമത്വം, തുല്യ പ്രാതിനിധ്യം ഇവ കൊടുക്കുക എന്നുള്ളതാണ് ഓരോ ഗവൺമെൻറ്റും ഒപ്പം തന്നെ ഇവരുടെ പ്രതിനിധി എന്ന നിലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന സംവരണത്തിൽ മത്സരിച്ചു വരുന്ന ആളുകളുടെ പ്രഖ്യാപിത ലക്ഷ്യം. അവരെ അതിനുവേണ്ടിയാണ് അവിടേക്ക് മത്സരിച്ച് ജയിക്കുന്നത്. എന്നാൽ അവർ മത്സരിച്ച് ജയിച്ചതിന് ശേഷം അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ആരാണോ അവരെ അങ്ങോട്ട് അയക്കുവാൻ വേണ്ടി അവരെ MLA-മാരാക്കിയ, പഞ്ചായത്ത് മെമ്പറാക്കിയ, പാർലമെൻറ്റ് അംഗങ്ങളാക്കിയ ഏത് രാഷ്ട്രീയ മേളയാളന്മാരാണോ അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി സ്വത്വ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രതിശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ഈ വിഭാഗത്തിൻ്റെ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാനത് വായിക്കുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ നിരവധി ആവശ്യങ്ങൾ, ഭൂമിയുടെ പ്രശ്നം, അതുപോലെ തന്നെ വീട് വയ്ക്കാൻ, നമുക്കറിയാം നമ്മുടെ വഴിയരിയിൽ കാണുന്ന മുഴുവൻ വെയിറ്റിംഗ് ഷെഡുകൾക്കും 5 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെ ആണ് അതിന് വകയിരുത്തി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 4 കാലും മുകളിലൊരു കൂരയും. അതുപോലെ തന്നെ തൊഴുത്ത് പണിയാൻ 48 ലക്ഷം രൂപ വരെ കൊടുത്തതായിട്ട് നമുക്ക് കാണാം. അതായത് മ്യൂസിക് സിസ്റ്റം ഉൾപ്പെടെ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് പണിയാൻ ഈ കാലത്ത് ഇത്രയേറെ വില വർദ്ധിച്ചു നിൽക്കുന്ന സിമെന്റിനും അനുബന്ധ നിർമ്മാണ സാമഗ്രികൾക്കെല്ലാം വലിയ രീതിയിൽ വിലക്കയറ്റമുള്ള ഈ കാലഘട്ടത്തിൽ അവർക്ക് വീട് വയ്ക്കാൻ കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. നിങ്ങൾ ഓർക്കണം, ഈ വിഭാഗം താമസിക്കുന്ന പ്രദേശങ്ങളിലൊക്കെ ഇത്തരം വാഹനങ്ങൾ കടന്നു ചെല്ലാൻ പ്രയാസമുള്ള മേഖലകളാണ്. റോഡ് സൗകര്യമില്ല, ഗതാഗത സൗകര്യമില്ല, വഴി സൗകര്യമില്ല. അങ്ങനെ യാത്രാ സൗകര്യമില്ലാത്ത മേഖലയിലാണ് ഈ 3 സെന്റ് ഭൂമി വാങ്ങിക്കാൻ അനുവാദം കൊടുക്കുകയും അവരേതെങ്കിലും ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോയി ആ വിലയ്ക്ക് കിട്ടണമെങ്കിൽ വളരെ തുച്ഛമായ വിലയ്ക്ക് ഭൂമി കിട്ടുന്ന പ്രദേശത്ത് പോകുമ്പോൾ അവിടെ വഴി കാണുകയില്ല, യാത്രാ സൗകര്യം കാണുകയില്ല. അവിടെ പോയി ഭൂമി വാങ്ങിച്ചതിന് ശേഷം അവിടെ വീട് വയ്ക്കാൻ കഴിയാത്ത സ്ഥിതിവിശേഷം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വീടുകളാണ് പണി പൂർത്തീകരിക്കാതെ, ചിലർ അടിത്തറ കെട്ടിയിട്ടിരിക്കുന്നു, ചിലർ ഇടഭിത്ത് വരെ കെട്ടിയിട്ടിരിക്കുന്നു. അങ്ങനെ പണി തീരാത്ത വീട്. ഇനി പണി തീർന്നാൽ തന്നെ ആ പണി തീർന്നു പറഞ്ഞ് മുകളിൽ ഇപ്പോഴത്തെ ടിൻ ഷീറ്റോ മറ്റോ ഇട്ടിട്ട് അവിടെ താമസിക്കാൻ പറ്റാത്ത ജീവിത സൗകര്യങ്ങൾ താമസിക്കും. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള അത് ഞങ്ങൾ പറയുന്നത് 100 പേർക്ക് കൊടുക്കുമ്പോൾ 50 ആക്കി കൊടുക്കൂ. നിങ്ങൾ അവർക്കൊരു 10 ലക്ഷം രൂപ കൊടുക്കൂ. അവർ നല്ലൊരു വീട് വെച്ച് അവരുടെ കുട്ടികൾ അന്തസ്സോടി അവിടെ കിടക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള മനഃശാസ്ത്രം അങ്ങനെ ജീവിത സാഹചര്യങ്ങൾ, മോശം ജീവിത സാഹചര്യങ്ങളിൽ ഇല്ലായ്മയിൽ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയും അവിടെ താമസിക്കുന്നവരും എല്ലാ കാലവും അവർ അധമ മനോഭാവം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിന് വിധേയമായിരിക്കും എന്നുള്ള മനഃശാസ്ത്രമാണത്. അപ്പോൾ അവർ വളർന്നു വരുന്ന എല്ലാ തലമുറയ്ക്കും ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ ഗൂഢലക്ഷ്യം എന്ന് മനസ്സിലാക്കാതിരിക്കാൻ കഴിയുകയില്ല. അതാണ് അവിടെ വളരുന്ന ഓരോരുത്തരും എവിടെ പോയാലും തല കുമ്പിട്ട് നിൽക്കണം. അവൻ തല കുമ്പിട്ട് നിൽക്കാൻ പാടുള്ളൂ, നട്ടല് നിവർത്ത് നിൽക്കാൻ പാടില്ല എന്നതാണ് ഞങ്ങൾക്കതിൻ്റെ പിന്നിലെ മനഃശാസ്ത്രപരമായ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ അതുപോലെ ഭൂമിയുടെ പ്രശ്നം 3 സെന്റ് കൊടുത്തത് നമുക്കറിയാം. വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അടക്കമുള്ള പാർട്ടിയെ കേരളത്തിൻ്റെ മണ്ണിൽ അതിന് വേരുറപ്പിക്കാനുള്ള അവസരം കൊടുത്തത് ഈ രാജ്യത്തെ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളാണ്. അവരാണ് ഈ രാജ്യത്തെമ്പാടും നമുക്കറിയാം 36 കാലഘട്ടത്തിലാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച പുന്നപ്ര വയലാറിലൊക്കെ സമരങ്ങളിൽ പിടഞ്ഞു വീണ് 46-ലെ പുന്നപ്ര വയലാർ സമരങ്ങളിലൊക്കെ വെടികൊണ്ട് പിടഞ്ഞു വീണ് മരിച്ചവരിൽ 60% ഈ ഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അവരുടെയൊക്കെ ചോരയിൽ ഉയർത്തെഴുന്നേറ്റ പ്രസ്ഥാനം പോലും പിന്നീട് അവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അധികാരത്തിന് വേണ്ടി മാത്രമായി ഒതുങ്ങിപ്പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അതിലൂടെ പുറന്തള്ളപ്പെട്ട ഒരു ജനതയുണ്ട്, അതിലൂടെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനതയുണ്ട്, അതിലൂടെ ഒന്നും നേടാത്ത ഒരു ജനത കൂടിയുണ്ട്. ആ ജനതയ്ക്കിനി അവർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ഇപ്പോൾ നിയമസഭയിലും പാർലമെന്റിലും ആളില്ലാതായിരിക്കുന്നു.
ഞങ്ങളിതിൽ തമ്മിലുള്ള വളരെ കാതലായിട്ടുള്ള പ്രശ്നങ്ങൾ, വളരെ ഗൗരവമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ സർക്കാർ ഖജനാവിൽ നിന്നും പണം കൊടുക്കുന്ന സ്വാശ്രയ വിദ്യാഭ്യാസ മേഖലയിലടക്കം 4 ലക്ഷം വിദ്യാർത്ഥികൾ അവിടെയുണ്ട്. 45,000 പേർ പട്ടികവിഭാഗത്തിൽ ലഭിക്കേണ്ട, പക്ഷേ ഇന്നും അത് അവർക്ക് അവിടെ ബാലികേറ മലയായി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം വ്യവസായ പാർക്കുകൾ, അതുപോലെ തന്നെ IT പാർക്കുകൾ, വാണിജ്യ മേഖലകൾ, അവിടെയൊക്കെ ലക്ഷക്കണക്കിന് കോടിയുടെ വികസനങ്ങളും അതിനുള്ള വികസന പ്രവർത്തനങ്ങളും അതിനുള്ള രാജ്യത്തിൻ്റെ സമ്പദ്സ്ഥിതി മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രോജക്റ്റുകൾ നമ്മുടെ രാജ്യത്ത് ഭരണാധികാരി നടപ്പിലാക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും ഈ സമൂഹത്തിൽ ഒരാൾക്ക് പോലും എത്തിവെക്കുവാൻ കഴിയാത്ത അവസ്ഥ. നമുക്കറിയാം വിഴിഞ്ഞം പോർട്ടടക്കം, നമ്മുടെ തൊട്ടടുത്തല്ലേ വിഴിഞ്ഞം പോർട്ടടക്കം, അവിടെ ഈ ജനവിഭാഗത്തിന് ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാ മേഖലകളിൽ നിന്നും, ഭൂമിയുടെ മേഖലയിൽ, അതുപോലെ അവരുടെ തൊഴിലിൻ്റെ മേഖലയിൽ, വിദ്യാഭ്യാസപരമായി ഞാൻ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കുന്ന കുട്ടികളുടെ കഴിഞ്ഞ 2 വർഷക്കാലമായി അവരുടെ സ്റ്റൈഫൻഡ് ലം സംവിധാനം കൊടുക്കുന്നില്ലായിരുന്നു. പല കോളേജുകളും അവരെ പുറത്താക്കുമെന്ന് പറഞ്ഞു, പ്രൈവറ്റ് കോളേജുകളടക്കം. അത്തരത്തിൽ നിലപാടെടുത്തിട്ടും ഈ സർക്കാർ നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായപ്പോഴാണ് ഈ കഴിഞ്ഞ തവണ കുറച്ച് പൈസ കൊടുക്കുവാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ തരത്തിലുള്ള രീതി ഞങ്ങൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം, ഞങ്ങൾ അത്രയേറെ ഗതികെട്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ആളില്ലാതായിരിക്കുന്നു. ഞങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ആളില്ലാതിരിക്കുന്നു. ഞങ്ങളുടെ തലമുറയുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള, തൊഴിൽപരമായിട്ടുള്ള, അവരുടെ ഭൂമിയുടെയും അവരുടെ കിടപ്പാടത്തിൻ്റെയും ഒക്കെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാൻ, അത് പരിഹാരമുണ്ടാക്കുവാൻ ആളുകളില്ലാതായിരിക്കുന്നു. ഇന്ന് ഭരണത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനം, ഇടതും വലതും NDA അടക്കം, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവർ കൊടുക്കുന്ന മുന്നണികളും ഈ സമൂഹത്തോട് നിഷേധാത്മക സമീപനം സ്വീകരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, കേരളത്തിൽ പിന്നോക്ക വിഭാഗത്തിലടക്കം 4 തവണ മുഖ്യമന്ത്രിയായിട്ടുണ്ട്. പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ മുഖ്യമന്ത്രി ആയിരുന്നത് കേരളത്തിൽ ചിന്തിക്കാൻ ഇവർ കഴിയുമോ? കേരളം എല്ലായിടത്തും പറയും ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആണ് കേരളം, ദൈവത്തിന്റെ നാടാണ് എന്ന് പല പൊങ്ങച്ചങ്ങളും പറയാറുണ്ട്. പക്ഷേ അവർ കാര്യത്തോടെ എടുക്കുമ്പോൾ അറിയാം അവരുടെ പിന്നിലെ ഉദ്ദേശം എന്താണ്. കേരളത്തിൽ അതിന് കഴിയുമോ? R ശങ്കർ, അച്യുതാനന്ദൻ, പിണറായി വിജയൻ, സഖാവ് പിണറായി വിജയൻ 2ാം തവണ, അപ്പോൾ 4 തവണ കേരളത്തിൽ മുഖ്യമന്ത്രി ഒരു പിന്നോക്ക അതിൽ നമ്മളതിനെ കുറച്ച് കാണിക്കില്ല, അത് വലിയ കാര്യമാണ്. പക്ഷേ പട്ടിക വിഭാഗത്തിൽ വരുന്ന ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ കഴിയുമോ ആർക്കെങ്കിലും കേരളത്തിൽ? അപ്പോൾ അത്ര രീതിയിലുള്ള വളരെ ജാതി ഉണ്ടോ അല്ലെങ്കിൽ വിവേചനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇല്ലെന്ന് പറയും. പക്ഷേ അത് അടിയറയിൽ വളരെ ഗംഭീരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. എല്ലാ അവസരങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് പറഞ്ഞത് അവരെത്തിപ്പെടാതിരിക്കുവാൻ അവരെ പരമാവധി ഞെരിക്കുന്നു, അവിടെ കഴുത്തു ഞെരിക്കുന്ന സ്ഥിതിച്ചാലും കേരളത്തിൽ കാണിക്കുന്നു. കേന്ദ്രത്തിൽ ഒട്ടും മെച്ചമാണെന്ന് പറയുന്നില്ല. വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. 2047 അത് സ്വാതന്ത്ര്യം കിട്ടി 100 വർഷം തികയുമ്പോൾ ഇന്ത്യ വികസിത രാജ്യമായി പ്രഖ്യാപിക്കുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. 27 കോടിയോളം വരുന്ന ഇന്ത്യയിൽ പട്ടികവർഗ വിഭാഗങ്ങൾ, അതിൽ 85% ദരിദ്രമായിട്ടാണ് ഇന്ത്യയിലെമ്പാടും ജീവിക്കുന്നത്. അവരെ അങ്ങനെ അവരെ മറപ്പുര കെട്ടി അപ്പുറത്താക്കിയിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുമോ? എത്രയെല്ലാം പാക്കേജുകൾ ഇന്ത്യ പ്രഖ്യാപിക്കുന്നു. എന്തുകൊണ്ട് ഇവരുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം ഒരു പാക്കേജ് കൊണ്ടുവരാൻ ഗവൺമെന്റ് കഴിയുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇനി ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ഞങ്ങൾ തന്നെ ഇറങ്ങേണ്ടിയിരിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഭാരതീയ ദ്രാവിഡ ജനതാ പാർട്ടി എന്നത് ഇപ്പോൾ ഒരു സംസ്ഥാന രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിക്കുവാൻ ഞങ്ങൾ അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അത് ദേശീയ വ്യവസ്ഥയിലേക്ക് മാറ്റുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഭാരതീയ ദ്രാവിഡ ജനതാ പാർട്ടി എന്ന പേരിലേക്ക് മാറിയത്. അപ്പോൾ ആ തരത്തിലേക്ക് ചിന്തിക്കുകയും കേരളത്തിൻ്റെ ഭരണം, രാഷ്ട്രീയ അധികാരം ആര് ഭരിക്കണമെന്ന് നിർണ്ണയിക്കുന്ന കൂട്ടത്തിൽ 16 സീറ്റുകൾ പട്ടികവിഭാഗത്തിലുണ്ട്. അവർക്ക് കൂടി അവരുടെ അഭിപ്രായം കൂടി ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ പറയുന്നവരും കൂടെ ഞങ്ങളുടെ കൂടെ കേട്ടാലേ നിങ്ങൾക്ക് ഭരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഭാഗം കൂടി കേൾക്കാൻ, അവിടെ എത്തിക്കാൻ ആരെങ്കിലും വേണം ഇനിയെങ്കിലും. കാരണം ഡോക്ടർ BR അംബേദ്കറും മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ള ശ്രീനാരായണ ഗുരുവും അതുപോലെ മന്നത്ത് പത്മനാഭനും
സ്വാമി ചട്ടമ്പി സ്വാമികൾക്ക് ഒട്ടേറെ മഹാരഥന്മാർ, സാമൂഹ്യ നവോത്ഥാന നായകന്മാരുടെ പ്രവൃത്തിയുടെ ഫലമാണ് ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. പക്ഷേ ഞങ്ങളുടെ അടുത്ത തലമുറ എവിടെ എത്തിച്ചേരും, എവിടെ ആര് അവരെ സംരക്ഷിക്കും എന്ന് ഞങ്ങൾക്ക് കരുതുവാൻ കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു. അതിന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവർ തരിനിറം പുറത്താക്കി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വങ്ങളിൽ, ആ സംസ്ഥാന നേതൃത്വങ്ങളിലടക്കം നമ്മളൊന്ന് പരിശോധിക്കണം. ഒരാളെ പോലും ഉയർത്തിക്കൊണ്ടുവരുന്നില്ല. BJP അടക്കം കഴിഞ്ഞ തവണ 20 കേന്ദ്രമന്ത്രിമാർ പട്ടികജാതിയിൽപ്പെട്ടവരുണ്ടായിരുന്നു. അവർ മുഖ്യമന്ത്രി വരെ ആക്കുന്നു. പക്ഷേ കേരളത്തിൽ ഒരാളെ പോലും അതിനകത്ത് എഴുന്നേറ്റ് നിൽക്കാൻ അവർ സമ്മതിക്കുന്നില്ല. ഇവിടെ പല ആളുകൾ സംഘടിത സമുദായത്തെ പ്രീതിപ്പെടുത്തി അവരെ കൂടെ നിർത്തി അധികാരത്തിലെത്തുവാൻ എല്ലാ മുന്നണികളും ശ്രമിക്കുന്നു. പക്ഷേ ആർക്കും വേണ്ടാത്ത, ആരും യാതൊരു ചർച്ചയും ചെയ്യാത്ത, ആരും പരിഗണിക്കാത്ത ഒരു വിഭാഗമുണ്ട്. അതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗം. ഞങ്ങളുടെ അഭിപ്രായം ആരും ചോദിക്കുക, എന്താ ഞങ്ങൾ എൻ്റെ തൊഴുത്തിലെ ഇഷ്ടപ്പെട്ടിരിക്കുകയല്ലേ. അപ്പോൾ അവരുടെ താല്പര്യം ആർക്കും ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ, അവരുടെ തൊഴിലിൻ്റെ കാര്യങ്ങൾ, അവരുടെ മറ്റ് ഭൂമിയുടെ വീടിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഇനി സംസാരിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് സംജാതമായിരിക്കും. അവർക്കൊക്കെ അധികാരവും സമ്പത്തും അതിനനുബന്ധമായ സുഖസൗകര്യങ്ങൾ മതി. പാവപ്പെട്ടവൻ്റെ ശബ്ദം അല്ലെങ്കിൽ കേൾക്കേണ്ട ആവശ്യം അവർക്ക് ഇല്ലാതായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ 8 ജില്ലയിൽ നിന്നുള്ള നേതാക്കന്മാരാണ് ഒത്തുചേർന്ന് കഴിഞ്ഞ മാസം 24-ാം തീയതി ഒരു മീറ്റിംഗ് ചങ്ങനാശ്ശേരി വിളിച്ചു കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമുക്ക് ആവശ്യമായിരിക്കുന്നു തിരിച്ചറിയുകയും അങ്ങനെ ഞങ്ങൾ അവിടെ കൂടിയ ആലോചിച്ചാണ് ഇത്രയും തീരുമാനമെടുക്കുകയും അതിന് പേര് നിശ്ചയിച്ചു. ഇന്നിവിടെ പ്രഖ്യാപിക്കാം, പാർട്ടിക്ക് തുടക്കം ഇന്നിവിടെ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അത്രയും ഒരു തീരുമാനമെടുത്തു ഇന്നിവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത കാലത്ത് സുപ്രീം കോടതി കഴിഞ്ഞ മാസം ഒരു സുപ്രീം കോടതി സുപ്രധാനമായ വിധി പറഞ്ഞു. എന്താണ്? പിന്നെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പിന്നോക്ക വിഭാഗ സംവരണത്തിൽ ക്രീമി ലെയർ ഏർപ്പെടുത്തി. അതായത് അതിലെ സമ്പന്നരായ ആളുകൾ ഒഴിവാക്കിക്കൊണ്ട് അതിലെ പാവപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കണം. അതുപോലെ തത്തുല്യമായിട്ട് പട്ടികജാതി സംവരണത്തിലും ക്രീമി ലെയർ നടപ്പിലാക്കണം സുപ്രീം കോടതി പറഞ്ഞു. ഞങ്ങളതിനോട് 100% യോജിക്കുകയാണ്. ഞങ്ങളതിന് 100% യോജിക്കുകയാണ്. ക്രീമി ലെയർ പട്ടികജാതി സംവരണത്തിൽ നടപ്പിലാക്കണം. ഒരു വിഭാഗം മാത്രം ഇതിനുള്ളിലൂടെ സമ്പന്നരായും അവരും അവരുടെ അടുത്ത ആളുകൾ മാത്രം വാങ്ങിയാൽ മതിയോ? കോടിക്കണക്കിന് പാവപ്പെട്ടവർ കിടക്കുന്ന അവർക്ക് കൂടി ഇതിന്റെ പ്രയോജനം ലഭിക്കും. അവരുടെ മക്കളെയൊക്കെ ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കിയിട്ടും അവർക്ക് തൊഴിൽ ലഭിക്കുന്നില്ല, അവർക്ക് മാർഗമില്ലാതായിരിക്കുന്നു. അവർക്ക് കൂടി അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ തരത്തിലുള്ള ഒരു തീരുമാനം, ഒരു വലിയ നിയമം നമ്മുടെ രാജ്യത്ത് അനിവാര്യമായിരിക്കും എന്നാണ് ഞങ്ങൾ പറയുവാനുള്ളത്. ഇതിപ്പോൾ പട്ടികജാതി വിഭാഗത്തിന് മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. ഇതിനുള്ളിൽ മറ്റ് ഈ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. എന്നാൽ അതിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ, അതായത് ദളിത് ക്രൈസ്തവരടക്കമുള്ള പട്ടിക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ, അവരെയാണ് ഏറ്റവും കൂടുതൽ. എല്ലാ ആളുകളും പിന്തള്ളിയത് അവരെയാണ്. പട്ടികജാതി പട്ടികവർഗ ആദിവാസി ജനവിഭാഗങ്ങളടക്കം ഞങ്ങളുടെ കഞ്ഞാഞ്ചി ശ്രീമതി KK വനിത മുത്തങ്ങ സമരത്തിലടക്കം പങ്കെടുത്ത് മർദ്ദനങ്ങൾക്ക് ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ് CK ജാനുവിനൊപ്പം. അതുപോലെ ഇവിടെ ഇരിക്കുന്ന മറ്റ് 2 പേരും കൂടിയുണ്ട്. അവർ നിരവധി ആളുകൾ വയനാട്, പാലക്കാട്, ഇടുക്കിയിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇവിടെ വെച്ച് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവും ഞങ്ങളുടെ നൊമ്പരം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാര്യം പത്രക്കാരോട് പ്രത്യേകിച്ച് യാതൊന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാ അന്നന്ന് നടക്കുന്ന ഓരോ സെക്കൻഡുകളിലേക്ക് 24 മണിക്കൂറിലെ ഓരോ സെക്കൻഡുകളും വളരെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി ഇരിക്കുന്ന ആളുകളാണ്. ഇനി അടുത്തൊരു കാര്യം, ഞങ്ങളിപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന മറ്റൊരു വിട്ടുപോയൊരു കാര്യം, ജാതി സെൻസസ് നടത്തണം. സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് അടിയന്തരമായി രാജ്യത്ത് നടപ്പിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക്
ആരാർക്കൊക്കെ എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട് എല്ലാം വ്യാപകമായ പ്രചരണമാണ്. പട്ടികജാതിക്കാരായി ജനിച്ചാൽ മതി, നിങ്ങൾക്ക് സർക്കാരുകളിൽ നിന്നും വാരിക്കോരി കൊടുക്കുകയാണ്. നിങ്ങൾ അതിനുള്ള വലിയ പാത്രമായിട്ട് ചെന്നാൽ മതി, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലഭിക്കുന്നില്ലേ? എല്ലാ ആളുകൾക്കും സംവരണമുണ്ട് നമ്മുടെ രാജ്യത്ത്. മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വരെ സംവരണം കൊടുത്ത നാടാണ്. ആദ്യം കൊടുത്തത് കേരളത്തിലാണ് 10% സംവരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക്. അപ്പോൾ പിന്നോക്കക്കാർക്കുണ്ട്, ന്യൂനപക്ഷങ്ങൾക്കുണ്ട്, എല്ലാവർക്കും കേരളത്തിൽ ഇന്ത്യയിലെ എല്ലാ ജാതി വിഭാഗങ്ങൾക്കും സംവരണമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ്, കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഞങ്ങളത് കേരളത്തിൽ ഈ പറയുന്ന ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ഡിസംബർ 1 മുതൽ 28-ാം തീയതി വരെ 19 ആവശ്യങ്ങളാണ് ഞങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഡിസംബർ 1 മുതൽ 28 വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു വാഹനജാഥ ഞങ്ങൾ ഈ കേരളത്തിൻ്റെ പൊതുമനസാക്ഷിക്ക് മുമ്പിൽ ഈ നിലവിലുള്ള മുന്നണി സംവിധാനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെയും പാവപ്പെട്ട ആളുകളുടെ ഈ വഞ്ചന അത് തുറന്നു കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഒരു വാഹന പ്രചരണ ജാഥ ഡിസംബർ 1 മുതൽ 28 വരെ കേരളത്തിൽ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക്സ്. നിങ്ങളിപ്പോൾ 8 ജില്ലയിൽ നേതൃത്വങ്ങൾ വന്നിട്ടുണ്ട്. 8 ജില്ലയിൽ ഞങ്ങളത് മറ്റ് ജില്ലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കും. കാര്യം ഞങ്ങളെല്ലാം സാമൂഹിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ളവരാണ്. അതുകൊണ്ട് ഈ അടിസ്ഥാന ജനതയുടെ അവകാശങ്ങളെക്കുറിച്ച്, അവർക്ക് നീതി നിഷേധിക്കപ്പെട്ട വിഷയത്തെക്കുറിച്ചൊക്കെ ഞങ്ങളത് കേരളത്തിൽ ഉടനീളം, അതാണ് ഞങ്ങളുടെ ഈ വാഹന യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പത്രക്കാർക്കെല്ലാം അറിയാം, മുത്തങ്ങ സമരം രക്തത്തിൽ മുക്കിക്കൊന്ന ഭരണകൂടം ചെങ്ങറ സമരം വാഗ്ദാനങ്ങളുടെ നക്കിക്കൊന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ഭൂമിയുടെ പ്രശ്നം ഞങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, ഈ അടിസ്ഥാന ജനതയ്ക്ക് വേണ്ടി ഇവിടെ ഭൂസമരങ്ങൾ, ഭൂനയങ്ങൾ, ഭൂപരിഷ്കരണ നിയമങ്ങൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ചതുപ്പ് നിലങ്ങൾ ഞങ്ങൾക്കും മറ്റ് ഭൂമികൾ മറ്റ് ഉന്നതന്മാർക്കും 5.25 ലക്ഷം ഏക്കറാണ് രാജമാണിക്യം അദ്ദേഹം കണ്ടെത്തിയത്. ആ 5.25 ലക്ഷം ഏക്കർ ഭൂമിയെക്കുറിച്ച് യാതൊന്നും മിണ്ടുന്നില്ല. ഇവിടെ ഇപ്പോൾ 3 സെന്റും ഇല്ല. ഇപ്പോൾ ഫ്ലാറ്റാണ് കൊടുക്കുന്നത്. ആ ഫ്ലാറ്റ് വാസയോഗ്യമല്ല. ഒന്നാമത്തെ കാര്യം, ഫ്ലാറ്റിൽ ഉടമസ്ഥാവകാശമില്ല. അത് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലാണ്. അപ്പോൾ പാവപ്പെട്ട ഈ സാധാരണ പിന്നാക്ക പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഫ്ലാറ്റ് തരുന്നത് തന്നെ വലിയ ചതിയാണ്. അതും ലൈഫ് മിഷനാണ്. അത് രാഷ്ട്രീയമാണതിൽ. ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഇവിടെ 3 സെന്റ് ഇപ്പോൾ ഈ ഫ്ലാറ്റ് നിർമ്മിക്കാൻ പോലും തിരുവനന്തപുരം നഗരസഭയിൽ സ്ഥലം ഉണ്ടായിട്ടും സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടും ഫ്ലാറ്റ് നിർമ്മിക്കുന്നില്ല. ഇപ്പോൾ പേർക്കട മണ്ണാമൂല 2 ഏക്കർ ഭൂമിയാണ്. വർഷങ്ങളായി അവിടെ കാട് കയറി കിടക്കുകയാണ്. 99 കാലഘട്ടത്തിൽ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം മേയറായിരുന്ന സമയത്ത് വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. അതിൽ ഒന്നാണ് കല്ലടിമുഖം. അതും അട്ടിമറിക്കപ്പെട്ടു. പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടി വാങ്ങിയ ഭൂമിയാണ്. അവസാനം പട്ടിക വിഭാഗത്തിന് 105, ജനറൽ വിഭാഗത്തിന് 218. അതിലാണ്ട് ഒരു 100ഓളം വീടുകൾ വാടകയ്ക്ക് കൊടുത്ത് കൂട്ടിയിരുന്ന് കളക്ടർ ഈ ഇടയ്ക്ക് ഒരു പരിശോധന നടത്തി. അപ്പോൾ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ ആ ഫ്ലാറ്റ് പോലും ചെയ്തു കൊടുക്കാൻ സ്ഥലം ഉണ്ടായിട്ടും ചെയ്തു കൊടുക്കുന്നില്ല. അപ്പോൾ ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് വലത് മുന്നണികൾ ഇവിടുത്തെ ഈ അടിസ്ഥാന ജനവിഭാഗത്തെ പറഞ്ഞ് പറ്റിച്ച് അവരോടൊപ്പം നിർത്തുന്നു. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ്, ആ ഒരു തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ തൽക്കാലം ഇപ്പോൾ ഒത്തുകൂടി 8 ജില്ലയിലുള്ള നേതൃത്വത്തെ ഒത്തുകൂടിക്കൊണ്ട് ചങ്ങനാശ്ശേരിയിൽ ഞങ്ങളൊരു വലിയ യോഗം വിളിക്കുകയും അവിടെ വെച്ച് ഭാരതീയ ദ്രാവിഡ ജനതാ പാർട്ടി എന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയും ചെയ്തത്. ഞങ്ങളുടെ ജനവിഭാഗത്തിനും ഈ അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗത്തിനും അതുപോലെ പിന്നാക്ക വിഭാഗവുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അടിസ്ഥാനം. അവർക്ക് വേണ്ടി ശക്തിയോടെ നിലകൊണ്ട് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു ആലോചന ഇപ്പോൾ നടത്തിയിട്ടില്ല. ഞങ്ങളുടെ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾ ഏതെങ്കിലും മുന്നണിയിൽ ചെന്നിട്ട് അവസാനം ആ മുന്നണിക്ക് കീഴിൽ നിന്ന് അവർ പറയുന്നത് നമുക്ക് അനുസരിക്കേണ്ടി വരും.
ശിരസ വഹിക്കേണ്ടി വരും. അതുകൊണ്ട് മുന്നണികളുമായിട്ടുള്ള രാഷ്ട്രീയ മുന്നണികളുമായിട്ടുള്ള ഒരു യോജിപ്പ് തൽക്കാലം ഇല്ല. ഞങ്ങളുടെ നിലപാടെടുത്തുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്.